കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഉറങ്ങിക്കാണും. ഞാൻ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങുന്ന സമയമായപ്പോഴാണ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാ കൂട്ടുകാർക്കും അറിയാമോ? ഇന്ന് കുറേ പേര് ഇന്ന് സർവീസിൽ നിന്ന് ഒരുമിച്ച് വിരമിക്കുന്ന ഒരു ദിവസമാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്. അതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. എല്ലാവർക്കും ചെറിയ സെൻഡ് ഓഫൊക്കെ കൊടുത്ത് അങ്ങ് യാത്ര അയക്കും. അത് നല്ലൊരു പാർട്ടിയായിരിക്കും. നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സാറന്മാരൊക്കെ പ്രസംഗിച്ച് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് വീട്ടിൽ കൊണ്ടാക്കും. കുറേ വീട്ടിൽ വരുമ്പോഴും ഒരു ചെറിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കും. അന്ന് നമ്മുടെ സന്തോഷകരമായിട്ടുള്ള യാത്രയപ്പാണെങ്കിലും നമ്മുടെ മനസ്സിനകത്തൊരു ചെറിയ നോവ് എവിടെയെങ്കിലും കാണും. കാരണം ഇത്രയും കൊല്ലം ഒരുമിച്ചിരുന്ന് ജോലിയൊക്കെ ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം ഇനി പോരുമ്പോൾ നമുക്കൊരു വിഷമം കാണും. കുറച്ച് ദിവസം അത് കാണും. നമ്മൾ സർവീസിലിരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കണം. അല്ലാതെ അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതാരും മറക്കരുത്. അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ലൈഫാണ്. നമ്മൾ സർവീസിലിരിക്കുന്ന ആ സെയിം പദവിയൊന്നും നമ്മൾ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ ആ പവർ കുറയും. എന്ന് വെച്ചാൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയാറില്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിൻ്റെ നമ്മളത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും എല്ലാവരുടെടുത്തും നല്ല രീതിയിലാണെങ്കിൽ എല്ലാവരും റിട്ടയർ ചെയ്താലും എല്ലാവരും വിലമതിക്കും. അതുകൊണ്ട് എല്ലാവരും വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കണം. അതാത് ഓഫീസുകളിൽ എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കാനുള്ളത് അതൊന്നും പെൻഡിങ്ങിൽ വയ്ക്കാതെ എല്ലാം ചെയ്ത് ആൾക്കാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. അപ്പോൾ നമുക്ക് തിരിച്ച് പ്രതീക്ഷിക്കാം. റിട്ടയർ ചെയ്താലും നമുക്ക് നല്ല ഗമയിൽ ആ പവറിൽ അവർ എല്ലാവരും കാണും. ഇതാണ് എനിക്ക് പറയാനുള്ളത് കൂട്ടുകാരെ. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ കുറേ തുകകൾ എല്ലാം കിട്ടും. റിട്ടയർമെൻറ്റ് ലൈഫ് ജോളിയാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടുന്നതെല്ലാം തന്നാണ് അയക്കുന്നത്. അതെല്ലാം കിട്ടുമ്പോൾ ആരും ഒരു കാര്യം മറക്കരുത്. എല്ലാം മക്കൾക്കൊന്നും കൊടുക്കേണ്ട കാര്യങ്ങളില്ല. കുറച്ച് കൊടുക്കണം. നമ്മൾ നല്ലതുപോലെ എൻജോയ് ചെയ്ത് പിന്നെ കുറച്ച് നാളുകളും കൂടെ നമ്മൾ ജീവിക്കത്തുള്ളൂ. കാരണം മിക്കവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ കാണും. അപ്പോൾ പരമാവധി ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യുക. വല്ല ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അതിനെല്ലാം പോവുക. ക്യാഷ് ചിലവാക്കാതെ എല്ലാം ഒന്നും ചിലവാക്കാതെ ഒരു പിശുക്കനായിട്ട് കാശെല്ലാം സൂക്ഷിച്ച് വെച്ച് അവസാനം നമ്മൾ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാതെ അങ്ങ് മടങ്ങുമ്പോൾ നമുക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങളൊക്കെ കുറേയെല്ലാം നമ്മളും അനുഭവിച്ച് സുഖമായിട്ട് ജീവിച്ച് സ്ഥലങ്ങൾ എവിടെയെങ്കിലും കാണണമെങ്കിൽ അതെല്ലാം പോയി കണ്ട് മക്കളോടൊപ്പം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനെല്ലാം സമയം കണ്ടെത്തി. പിന്നെ റിട്ടയർ ചെയ്താലും ഇപ്പോൾ ആരും വെറുതെ ഒന്നും ഇരിക്കാറില്ല. എല്ലാവരും എന്തിലെങ്കിലുമൊക്കെ അങ്ങ് എൻഗേജ്ഡ് ആകും. നമ്മളെപ്പോഴും എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രായം ചെറുപ്പമായിക്കൊണ്ടിരിക്കും. നമ്മൾ നല്ല ചുറുചുറുക്കുള്ള നല്ല എനർജറ്റിക്കായി ഇരിക്കും. നമ്മൾ നല്ല വ്യായാമമൊക്കെ ചെയ്ത് യോഗയ്ക്കൊക്കെ ക്ലാസ്സിനൊക്കെ പോകുന്നെങ്കിൽ അതിനൊക്കെ പങ്കെടുത്ത് ചില റിട്ടയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ചേർന്ന് കൃഷിയിലൊക്കെ ഏർപ്പെടും. അത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. നമ്മൾ നട്ടു വളർത്തുന്ന ചെടികൾ അതിനെ വലിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത്രയ്ക്കുണ്ട്. പിന്നെ ചിലവരെയൊക്കെ വിദേശത്തൊക്കെ അങ്ങ് പോകും. പിന്നെ കുറേ പേര് കൊച്ചുമക്കളെയൊക്കെ നോക്കും. അവരെയൊക്കെ കാര്യങ്ങൾ നോക്കി അങ്ങ് കൂടും. മിക്കവരും ഏതെങ്കിലും ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ വല്ല
കച്ചവടം അല്ലെ കാര്യങ്ങളിലും ഒക്കെ അങ്ങ് എൻഗേജ്ഡ് ആകുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലത് കൂട്ടുകാരെ. വളരെ വിരളമായിട്ടുള്ള ആളുകളെ ഉള്ളൂ ക്യാഷെല്ലാം സൂക്ഷിച്ച് മക്കൾക്കെല്ലാം കൊടുത്ത് അവർ ഇതും കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കുറച്ചൊക്കെ കൊടുത്താൽ മതി കൂട്ടുകാരെ. വേറെ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് സ്കൂൾ തുറപ്പ് നാളെ തിങ്കളാഴ്ച ജൂൺ മാസം 1-ാം തീയതിയാണ്. നാളെ സാധാരണ സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു, എന്നാൽ അത് തിങ്കളാഴ്ചയാണ്. സ്കൂൾ തുറപ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവരും റിട്ടയർമെൻറ്റ് ലൈഫ് ഇന്ന് വിരമിച്ചവരെല്ലാം എൻജോയ് ചെയ്യുക. കിട്ടുന്ന കാശെല്ലാം സൂക്ഷിച്ച് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ലാവിഷായിട്ട് സന്തോഷത്തോടെ കുറച്ച് നാളുകളും കൂടി ഹാപ്പിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.